അച്ചായ ആരോടും ഒരു ഉപദ്രവം ചെയ്യാത്ത എനിക്ക് ഈ ഗതി വന്നല്ലോ പടച്ചോരെ. നിങ്ങൾ ഫോൺ വിളിച്ചപ്പോ പറയണോന്നോർത്തു. എനിക്ക് പറ്റില്ല. നമ്മുടെ മോള് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു ചെക്കന്റെ കൂടെ പൊറുക്കണോന്ന്. സമ്മതിച്ചില്ലല്ലോ അവള് ചാവൂന്ന്. പടച്ചോനെ ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ പറ്റൂ. എനിക്കൊന്നും അറിയില്ല. നമ്മുടെ മോള് വല്ലാണ്ട് മാറിപ്പോയിരിക്കണം. ഒരുപക്ഷെ ആ രാഹുലിന്റെ ശാപമായിരിക്കാം. രാഹുൽ അവനിപ്പോ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഞാനായിട്ടാണല്ലോ അവരെ വേർപിരിച്ചത്. എന്റെ മോള് നാട്ടിലിനി എന്തെങ്കിലും വേണ്ടാതീരെ കാണിക്കുന്നതിന് മുമ്പ് അവൾക്ക് ഇഷ്ടപ്പെട്ട ചെക്കന്റെ കൂടെ നിക്കാഹ് ചെയ്തു വിടാം. ഞങ്ങൾക്കൊരു തരത്തിലും യോജിക്കാൻ പറ്റാത്ത ചെക്കനാച്ചായാണ്. ഇനി ഞാനിവിടെ നിന്നിട്ട് ഒരു കാര്യവും ഇല്ല. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു വെക്കാം. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞങ്ങൾ ചെയ്യാം. അല്ല, ഇന്ന് തന്നെ പോകാനാണോ പ്ലാൻ? എനിക്കാണെങ്കില് സാധനങ്ങൾ ഇന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യാണെങ്കില് അവിടത്തെ വാടക കൊടുക്കണ്ട, അതുകൊണ്ടാ. അല്ല, സാധനങ്ങൾ ഇത്രേ ഉള്ളൂ. എന്തിനധികം, ഇത്രയൊക്കെ തന്നെയേ ഉള്ളൂ. പിന്നെ ഉണ്ടല്ലോ ഡോക്ടർമാര് തന്ന കുറിപ്പടകൾ. ഇത്രയും കാലം ഇവിടെ ജോലി ചെയ്തതിന് പ്രതിഫലമായി കിട്ടിയ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ. പോണം, ഇവിടെ നിന്ന് പോയേ പറ്റൂ. ഞാനിവിടെ ആരാ? ഞാനൊരു വഴിയാത്രക്കാരൻ. അതൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ലടൂ. എല്ലാവരുടെയും ഗതി ഇതൊക്കെ തന്നെയാ. ഇനിയിപ്പൊ നാട്ടിൽ പോയി ശിഷ്ടകാലം താൻ പറഞ്ഞ പോലെ മകളുടെ നിക്കാഹും ഒക്കെ കഴിപ്പിച്ച് ചെറുമക്കളെയും കളിപ്പിച്ച് നിക്കാൻ നോക്ക്. ആരോഗ്യം മോശമായി വരികയല്ലേ. കണ്ണി കണ്ട അസുഖങ്ങൾ ഒത്തിരി ഉണ്ടല്ലോ. ഇവിടെ എല്ലാരും അറിയപ്പെടാനുണ്ടോ? പ്രാരാബ്ധങ്ങളുടെ നടുവിന്ന് നാട്ടിൽ നിന്ന് വന്ന എന്നെ പോലുള്ളവരുടെ കാര്യം നോക്ക്. കടം വാങ്ങിയ കാശ് തിരികെ കൊടുത്തപ്പോഴേക്കും ഒരു കൂര പണിയണമെന്നായി. അത് കഴിഞ്ഞപ്പോ മക്കളുടെ വിദ്യാഭ്യാസം, അത് കഴിഞ്ഞ് മൂത്ത മോളുടെ നിക്കാഹ്. ഈ പ്രശ്നം ഒഴിഞ്ഞിട്ടൊരു നേരം ഉണ്ടാവില്ല ഈ പ്രവാസികൾക്ക്. നാട്ടിൽ ചെന്നിട്ട് എന്തു ചെയ്യണമെന്നൊരു നിശ്ചയവും ഇല്ല. എല്ലാ പ്രതീക്ഷകളെയും തകർത്തുകൊണ്ട് ഇപ്പൊ പുതിയ പുതിയ പ്രശ്നങ്ങൾ. ഒരിക്കലും അവസാനിക്കാത്ത ഒരു പ്രയാണമാണല്ലോ ഇത്. ആളടി മണ്ണിലൊതുക്കിയാലായി പുതിയ ഒരാളായി കാര്യങ്ങൾ ഗൗരവത്തോടെ നോക്കിക്കാണാൻ അവൾ പഠിച്ചിരിക്കുന്നു. മോളെ, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിക്കേ. ആരാ അമ്മ ഇത്? മനസ്സിലായില്ല. മോളെ, നീ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്നത് ആരോ അവന്റെ അമ്മയാണ് മോളെ. ഞാൻ നിന്റെ തെറ്റിദ്ധാരണ മാറ്റാൻ കഴിഞ്ഞെങ്കിൽ ഒരു ജീവിതം തിരികെ കിട്ടിയേനെ. അതിനുവേണ്ടി യാചിക്കാനാണ് മോളെ ഞാൻ വന്നിരിക്കുന്നത്. ഓഹോ, അത് ശരി. ഇനിയും എന്നെ ഒരു ഫൂളാക്കാനുള്ള ഭാവമാണല്ലേ? എനിക്ക് നിങ്ങളുടെ ആരുടെ ഒരു കാര്യം കേൾക്കണ്ട. നോക്കൂ, ഞാൻ ഒത്തിരി ബിസിയാണ്. ഒന്ന് പോകുവോ? മോളെ, നീ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. രാഹുൽ യഥാർത്ഥത്തിൽ തെറ്റുകാരനല്ല. നിന്നെ മെഡിസിന് വിടാൻ വേണ്ടി സ്വാർത്ഥരായി ഞങ്ങൾ ചെയ്ത കുതന്ത്രത്തിന് ബലിയാടാകേണ്ടി വന്നവനാണവൻ. ഷേർലി, സുഖം തന്നെയല്ലേ? കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കും സുഖം തന്നെയല്ലേ? അല്ല, ആനെന്തു പറ്റി? ഈയിടെയായിട്ട് അവളെ പള്ളിയിലൊന്നും കാണുന്നില്ലല്ലോ. അത് പറയുന്നതിന് വേണ്ടിയാണ് അച്ഛോ അച്ഛനെയും കത്ത് ഞങ്ങൾ ഇത്രയും നേരം ഇവിടെ നിന്നത്. അച്ഛോ, അവൾ പഠിത്ത കാര്യത്തിലും
പള്ളിയിലെ കാര്യത്തിലൊന്നും പഴയ പോലെ താല്പര്യം കാണിക്കുന്നില്ല. എന്താണെന്ന് അറിയില്ല. എന്തു പറ്റി? എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം? അവൾ അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. വളരെ അനുസരണയുള്ള ഒരു കുട്ടിയായിരുന്നല്ലോ. ഒന്നും പറയണ്ടച്ചോ, അവളൊരു പയ്യനുമായിട്ട് അടുപ്പത്തിലാ. മാത്യൂസ് പറഞ്ഞിട്ടാ ഞാൻ അറിയുന്നേ. ഓഹോ, അത് ശരി. ഇപ്പൊ ഒന്നിന് യാതൊരു ശ്രദ്ധയുമില്ല. ഏത് സമയത്തും മൊബൈലിലാണ്. ഞങ്ങൾ അവളെ പിന്തിരിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചു. അവിടെ ഉറച്ച തീരുമാനം കേട്ടിട്ട് ഞങ്ങൾക്ക് പേടിയാണ്. എന്തെങ്കിലും ചെയ്തു കളഞ്ഞാ പിന്നെ. അവളുടെ ബോർഡ് എക്സാം അടുത്തിരിക്കുക. എന്തായി തീരുമെന്ന് അറിയില്ലച്ചോ. അച്ഛോ, എങ്ങനെയെങ്കിലും ഇവനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അല്ലെങ്കിൽ അവളുടെ ഭാവി എന്തായി തീരുമെന്ന് അറിയില്ല. ആരാണ് ആ പയ്യൻ? ഈ പള്ളിയിലെങ്ങാനും വരാറുള്ളവനാണോ? ഇവിടെ വല്ലപ്പോഴും ഒക്കെ വരാറുള്ള പയ്യനാ അച്ചോ. രാഹുലെന്നോ മറ്റോ ആണ് പേര്. അച്ഛനെന്ന് ഉപദേശിച്ച് അവനെ തൽക്കാലത്തേക്കെങ്കിലും അവളിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നെങ്കിൽ അവളുടെ പഠിത്തമെങ്കിലും ഒന്ന് പൂർത്തിയായേനെ. ശരി, ഞാനൊന്ന് പറഞ്ഞു നോക്കാം. അവനെ ഒന്ന് കാണട്ടെ. ശരിയച്ചാ, ഞങ്ങളെന്നാ. ആയിക്കോട്ടെ. അവിടെ ഇച്ചിരിയോടെ ശരിയായിട്ട് ചെയ്ത്. രാഹുലേ, ഇന്ന് വന്നേ. അച്ചോ, ഗുഡ് മോർണിംഗ്. മോനെ, നിന്നെ കുറിച്ച് ഞാൻ ചിലതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. നേരാണോ അത്? എന്നെ കുറിച്ചോ? നീ ആ തോമസിന്റെ മകളുടെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുന്നത് കേൾക്കുന്നല്ലോ. അച്ചോ, അത് അച്ചോ, ഞാനും ആനും തമ്മിൽ ഇഷ്ടത്തില. എനിക്ക് അവളെയും അവൾക്ക് എന്നെയും വിട്ടുപിരിയാൻ പറ്റില്ല. അല്ലാതെ വേറൊന്നുമില്ല അച്ചോ. സ്നേഹത്തിനും പ്രേമത്തിനും ഒന്നും ഞാനെതിരല്ല മോനെ. എന്നാൽ ഓരോന്നിനും അതിന്റേതായ സമയമുണ്ട്. അവളിപ്പോഴും പഠിത്തം പൂർത്തിയാക്കട്ടെ. അത് കഴിഞ്ഞ് അവൾക്കും അവളുടെ പേരൻസിനും നിന്റെ പേരൻസിനും ഒക്കെ സമ്മതമാണെങ്കിൽ ഞാൻ തന്നെ മുൻകൈ എടുത്ത് നടത്തിത്തരാം. എന്താ പോലെ? ഇപ്പോ നീ എന്തെങ്കിലും കാരണം പറഞ്ഞ് അവളിൽ നിന്നും ആകണം. എന്നാലേ അവൾക്ക് സാധിക്കൂ. ഇപ്പോൾ നീ എന്റെ വാക്കുകൾ അനുസരിച്ചേ പറ്റൂ. അച്ചോ, എനിക്കതിന് സാധിക്കാൻ തോന്നില്ല. ഹലോ ആൻ, നീ എന്നെ മറന്നേക്കൂ. ഞാൻ എന്നെ വഞ്ചിക്കായിരുന്നു. എന്റെ വിവാഹം മറ്റൊരു കുട്ടിയായി നിശ്ചയിച്ചു. മണലാരണ്യഭൂവിൽ അഗ്നിശില താരുണ്യമോഹം വിരിയുന്നില്ല. മരുപ്പച്ച തേടും മരുവിൽ മണൽ തരിയൊരുകുന്ന നേരം മനസ്സിന്റെ മേലാകാശം കാർമുകിൽ നിറയും. വിടരാൻ മോഹിക്കും മലരിന്റെ മുകുളങ്ങൾ ആകെ എരിയും മെഴുതിരി പോൽ. വിടരാൻ മോഹിക്കും മലരിന്റെ മുകുളങ്ങൾ ആകെ എരിയും മെഴുതിരി പോൽ. 7 സ്വരങ്ങൾ രാഗങ്ങൾ മീട്ടേണ്ട തമ്പുരു തന്നിലും അപശ്രുതിയോ
ആകാശഗംഗയും മൗനവ്രതം. മോളെ, രാഹുൽ അനാഥനായിത്തീരുന്നതിന്റെ കാരണക്കാർ ഞങ്ങളാണ്. ഞാനും മേഴ്സിയും അനേക വർഷങ്ങളായി കാനഡയിലായിരുന്നു. ഒരേ രാജ്യത്ത് വർക്ക് ചെയ്ത ഞങ്ങൾ അകൽച്ചയിലായിരുന്നു. ഒരുപക്ഷെ ഈഗോ ആയിരിക്കാം. ഞാൻ എന്റെ വഴിക്കും മേഴ്സി അവളുടെ വഴി. രാഹുലിന്റെ കാര്യങ്ങൾ നോക്കുവാൻ ഞാനൊരു സുഹൃത്തിനാണ് ഏൽപ്പിച്ചിരുന്നത്. സമയാസമയം പണം എത്തിക്കുക അല്ലാതെ ഞാൻ അവനെക്കുറിച്ച് അന്വേഷിച്ചതേയില്ല. മോളെ, ഇനി നിനക്ക് മാത്രമേ അവനെ രക്ഷിക്കാൻ കഴിയൂ. ഭാവികളായ ഒരു അച്ഛന്റെയും അമ്മയുടെയും അപേക്ഷയാണെന്ന് നീ കരുതിയാ മതി. ഡോക്ടർ, ഡോക്ടർ, രാഹുലിന് എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ് ഞാൻ വരികയാണെങ്കിൽ കുറച്ച് പ്രോഗ്രസ് ഉണ്ടാവും. ഓക്കെ. രാഹുൽ അവിടെയാ. രാഹുൽ, ഞാനാ രാഹുൽ, നിന്റെ കണ്ണു തുറക്കൂ രാഹുൽ, കണ്ണു തുറന്നേ രാഹുൽ. നീ ഒന്ന് കണ്ണു തുറന്ന് എന്നെ നോക്കിക്കേ. നീ കാരണമല്ലേടാ ഞാൻ നിന്നെ വെറുത്തത്. എന്ത് എന്നോട് നീ സത്യം പറഞ്ഞില്ല? ഞാൻ പറയാറില്ലേ എനിക്ക് എല്ലാത്തിനേക്കാളും വലുത് നീയാണെന്ന്. എല്ലാവരും കൂടി ഞങ്ങൾ ഈ അവസ്ഥയിലാക്കിയല്ലോ. എന്റെ രാഹുലെ, എടാ എണീറ്റേടാ രാഹുൽ. രാഹുൽ, നീ കണ്ണു തുറന്ന് എന്നെ നോക്കിക്കേ രാഹുൽ. നോക്കൂ, അവനെന്നെ മനസ്സിലായി. അതുകൊണ്ട് അവന്റെ കണ്ണു നിറഞ്ഞേ. അതെ അതെ. ഇല്ല, ഇനി ഞാൻ രാഹുലെ വിട്ട് എങ്ങോട്ടും പോകില്ല. രാഹുൽ, താഴ്വാരം